ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യൂടെക്റ്റിക് ഫേസ് ഡയഗ്രമായിരുന്നു. യൂടെക്റ്റിക് ഫേസ് ഡയഗ്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ യൂടെക്റ്റിക് ഫേസ് ഡയഗ്രം പഠിക്കുന്ന സമയത്ത് ആ ഫേസ് ഡയഗ്രത്തിന് ആ പർട്ടിക്കുലർ പേര് വരാനുണ്ടായ കാരണം നിങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പർട്ടിക്കുലർ പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റാണ് അതിന് കാരണം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലിക്വിഡ് ഫേസ് രണ്ട് സോളിഡ് ഫേസുകളായിട്ട് മാറുന്നു. അപ്പം ആ പോയിന്റിനെ ഇൻവേരിയൻ്റ് പോയിന്റ് എന്നും പറയും. ആ പോയിന്റിൽ നടക്കുന്ന ഈ റിയാക്ഷനെ ഇൻവേരിയൻ്റ് റിയാക്ഷൻ എന്നും നമ്മൾ പറയും. ഇതുപോലെ പലതരത്തിലുള്ള ഇൻവേരിയൻ്റ് റിയാക്ഷൻസ് ഉണ്ട്. ഇതുപോലെ പലതരത്തിലുള്ള ഇൻവേരിയൻ്റ് റിയാക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു ക്വിസ് ചെയ്ത സമയത്ത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഇൻവേരിയൻ്റ് റിയാക്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ആദ്യത്തെ ഇൻവേരിയൻ്റ് റിയാക്ഷൻസ് തൊട്ട് പുറകിലുള്ള ഫേസ് ഡയഗ്രത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവിടെ ലിക്വിഡ് ഫേസ് രണ്ട് സോളിഡ് ഫേസുകളായിട്ട് മാറും. ഇനി ഒരു സോളിഡ് ഫേസും ഒരു ലിക്വിഡ് ഫേസും കൂടെ ചേർന്നത് ഒരു ടു ഫേസ് റീജിയൻ വേറൊരു സോളിഡ് ഫേസ് ആയിട്ട് മാറുന്നു. അതിനെ പെരിടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നു. അടുത്തെന്താ? മോണോടെക്റ്റിക് റിയാക്ഷൻ. അതെന്താ സംഭവിക്കുന്നത്? ഒരു ലിക്വിഡ് ഫേസ് വേറൊരു ലിക്വിഡ് ഫേസും ഒരു സോളിഡ് ഫേസുമായിട്ട് മാറുന്നു. ഇനി അടുത്തത് യൂടെക്ടോയിഡ് റിയാക്ഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സോളിഡ് ഫേസ് വേറെ രണ്ട് സോളിഡ് ഫേസുകളായിട്ട് മാറുന്നു. ഒരു ഗാമ എന്ന് പറയുന്ന ഒരു സോളിഡ് ഫേസ് മറ്റ് രണ്ട് സോളിഡ് ഫേസുകളായിട്ട് മാറുന്നു. ആൽഫയും ബീറ്റയും എന്നുള്ള സോളിഡ് ഫേസുകളായിട്ട് മാറുന്നു. അതിനെ യൂടെക്ടോയിഡ് റിയാക്ഷൻ എന്നാണ് പറയുക. ആൻഡ് ഫൈനലി പെരിടെക്ടോയിഡ് റിയാക്ഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ട് സോളിഡ് ഫേസ് ആൽഫയും ബീറ്റയും ഉള്ള രണ്ട് സോളിഡ് ഫേസ് വേറൊരു ഒറ്റ സോളിഡ് ഫേസ് ആയിട്ട് മാറുന്നു. ഇതിനെല്ലാം ജനറലി നമ്മൾ പറയുന്ന പേര് ഇൻവേരിയന്റ് റിയാക്ഷൻസ് എന്നാണ്. ഇൻവേരിയന്റ് പോയിന്റിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഇത്. ഒരു ഫേസ് ഡയഗ്രത്തിന്റെ കമ്പോണൻസുകളാണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഫിഗർ പോലെ ലൈൻ ഡയഗ്രാം പോലെ വരച്ചു വെച്ചിരിക്കുന്നത്. തൽക്കാലം അത് എന്തൊക്കെയാണ് റിയാക്ഷൻസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ് ഡയഗ്രത്തിലേക്കാണ് കിടക്കുന്നത്. വളരെ 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 അധികം പ്രധാനപ്പെട്ട ഒരു ഫേസ് ഡയഗ്രത്തിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അയൺ കാർബൺ ഫേസ് ഡയഗ്രം എന്നാണ് നമ്മളതിനെ പറയുക. അയൺ കാർബൺ ഫേസ് ഡയഗ്രം എന്നാണ് നമ്മളതിനെ പറയുക. അയൺ കാർബൺ ഫേസ് ഡയഗ്രം. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്കുണ്ട് ഇവിടെ. തന്നെയല്ല, കുറേ അധികം ഫേസുകൾ ഈ പർട്ടിക്കുലർ ഫേസ് ഡയഗ്രത്തിൽ വന്നു പോകുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ആക്സിസിലേക്ക് തന്നെ തുടങ്ങാം. നമ്മൾ ഇതിന് മുമ്പുള്ള ഫേസ് ഡയഗ്രത്തിലെല്ലാം നമ്മൾ വൈ ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചർ തന്നെയാണ്, ഇവിടെയും ടെമ്പറേച്ചർ തന്നെയാണ്. ഈ കോമ്പോസിഷൻ ഫേസ് നോക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള ഫേസ് ഡയഗ്രത്തിലെല്ലാം ഇപ്പോൾ കോപ്പർ നിക്കൽ എടുത്ത സമയത്ത് വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കൽ ആയിരുന്നു നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കൽ 0 to 100% വേരി ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ കോപ്പർ സിൽവർ എടുത്ത സമയത്തും സിൽവറിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് 0 to 100 വേരി ചെയ്തിരുന്നു. ഇവിടെ കോമ്പോസിഷൻ ഓഫ് കാർബൺ അയൺ കാർബൺ. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് കാർബൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത്. പക്ഷേ 100 വെയിറ്റ് പെർസെൻറ്റേജ് കാർബണിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ആകെ വെറും 6.7 വെയിറ്റ് പെർസെൻറ്റേജ് കാർബണിലേക്ക് വരെ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ഈ 6.7 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു പുതിയ ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്, അതായത് അയണിന്റെ കൂട്ടത്തിൽ ഒരു 6.7 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പുതിയ ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് കൂടി ഉണ്ടായി വരും, Fe3C. അതിനുശേഷമുള്ളത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ ഈ പർട്ടിക്കുലർ
എൻഡ് പോയിന്റിൽ ഒരു കാരണവശാലും 100% എന്ന് എഴുതരുത്. 6.7% വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ മാത്രമേ എഴുതാവുള്ളൂ. പക്ഷേ വെറും 6.7 വെയിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ കൂടിയും നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫിന്റെ ഉള്ളിൽ നമുക്ക് ആയിരക്കണക്കിന് n നമ്പർ ഓഫ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ. സ്റ്റീലുണ്ട്, കാസ്റ്റ് അയൺ ഉണ്ട്. സ്റ്റീലിന്റെ ആയിരക്കണക്കിന് വെറൈറ്റീസ് ഉണ്ട്. ആ സ്റ്റീലിന്റെ ആയിരക്കണക്കിന് വെറൈറ്റീസ് വരുന്നത് പോലും ഏകദേശം 2.14ന്റെ ലെഫ്റ്റ് പോർഷനിലാണ്. 2.14ന്റെ ലെഫ്റ്റ് പോർഷനിലാണ് സ്റ്റീൽ വെറൈറ്റീസ് വരുന്നത്. ഇതിനപ്പുറത്തേക്ക് കാസ്റ്റ് അയണിന്റെ വെറൈറ്റീസ് ആണ് വരിക. കാസ്റ്റ് അയണിന്റെ വെറൈറ്റീസ് ആണ് ഇതിന്റെ അപ്പുറത്തോട്ട് വരിക. അപ്പോൾ നമ്മുടെ ആയിരക്കണക്കിന് സ്റ്റീൽ വെറൈറ്റീസും കിടക്കുന്നത് ഈ പോർഷനിലാണ് എന്നുള്ള കാര്യം, 2.14 വെയിറ്റ് പെർസെൻറ്റേജ് കാർബണിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഫേസ് ഡയഗ്രത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ n നമ്പർ ഓഫ് മെറ്റീരിയൽ വെറൈറ്റീസ് ഉള്ള ഒരു ഫേസ് ഡയഗ്രത്തിലേക്കാണ് നമ്മളിവിടെ കടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഇനി ഈ ഫേസ് ഡയഗ്രം ഇങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഒരു പ്രത്യേക കാരണം അയണിന്റെ ഒരു സ്വഭാവമാണ്. അയണിന്റെ സ്വഭാവം എന്ന് പറയാൻ കാര്യം, അയൺ അതിന്റെ സ്വഭാവം ടെമ്പറേച്ചർ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. അതിന്റെ ചെറിയ ചെറിയ ചേഞ്ചസുകൾ, അയാൾക്ക് എല്ലാ ടെമ്പറേച്ചറിലും ഒരേ സ്വഭാവമല്ല. അതിന്റെ സ്വഭാവം മാറുന്നു എന്ന് പറയുമ്പോൾ എന്താ, മൈക്രോ സ്ട്രക്ചർ മാറുന്നു എന്നുള്ളതാണ്, പ്രോപ്പർട്ടി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 912 ഡിഗ്രി സെൽഷ്യസ് വരെ അയൺ BCC സ്ട്രക്ചറിലായിരിക്കും ഇരിക്കും. ഇനി അതേസമയം 912 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 1394 ഡിഗ്രി സെൽഷ്യസ് വരെ അത് FCC സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുക. അതേസമയം 1394 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 1538 വരെ അത് BCC സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുക. അപ്പം അതാണ് ഈ അയൺ കാർബൺ ഡയഗ്രത്തിലെ പ്രത്യേകതകൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം. അയണിന്റെ സ്വഭാവമാണ്. ഈ അയൺ ഇങ്ങനെ അതിന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും. സ്വഭാവം മാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ അതിന്റെ മൈക്രോ സ്ട്രക്ചർ മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ മാറുന്നു. അപ്പം അത് മാറിക്കഴിഞ്ഞാൽ എന്താ, പ്രോപ്പർട്ടി വ്യത്യാസം വരും. അതുമായിട്ട് കാർബണെ ചേർക്കുമ്പം BCC സ്ട്രക്ചറുള്ള അയണുമായിട്ട് കാർബണെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി അല്ല FCCയിലുള്ള അയണുമായിട്ട് കാർബണെ ചേർക്കുമ്പോൾ. ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. അതിനനുസരിച്ച് നമുക്ക് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇത് മനസ്സിലാക്കണം. അയണിന്റെ അലോട്രോപിക് ഫോംസ് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് അയണിന്റെ സ്ട്രക്ചർ മാറുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വീണ്ടും അയൺ കാർബൺ ഡയഗ്രത്തിലേക്ക് വരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടെമ്പറേച്ചറുകൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിൽ വരച്ചിട്ടുണ്ട്. ഒന്ന് 727 ഡിഗ്രി സെൽഷ്യസിന്റെ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അടുത്തത് 1147 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് 1493 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചറുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വരുന്ന സ്ഥലങ്ങളിൽ 3 പോയിന്റുകളുണ്ട്. 3 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. പോയിന്റ് A, പോയിന്റ് B, ദെൻ ഫൈനലി പോയിന്റ് C ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ 3 പോയിന്റിലും ഇൻവേരിയന്റ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ B എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് നോക്കൂ. B എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ഇൻവേരിയന്റ് റിയാക്ഷൻ ആണ് നടക്കുന്നത്? B എന്ന് പറയുന്ന പോയിന്റിൽ നടക്കുന്ന ഇൻവേരിയന്റ് റിയാക്ഷൻ എന്താണ്? ലിക്വിഡ് ഫേസ് ഗാമ പ്ലസ് Fe3C ആയിട്ട് മാറുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഫേസ് 2 സോളിഡ് ഫേസുകളായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച റിയാക്ഷൻസിലേക്ക് വരുന്നു. ലിക്വിഡ് ഫേസ് 2 സോളിഡ് ഫേസുകളായിട്ട് മാറുന്നു. അതെന്ത് റിയാക്ഷനാണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് ഫേസ് 2 സോളിഡ് ഫേസുകളായിട്ട് മാറുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ച യൂടെക്റ്റിക് റിയാക്ഷൻ ആണ് അവിടെ നടക്കുക. അപ്പൊ ഈ പർട്ടിക്കുലർ B എന്ന് പറയുന്ന പോയിന്റിൽ നടക്കുന്നത് യൂടെക്റ്റിക് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇനി തിരിച്ച് A എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരൂ. അവിടെ എന്താ സംഭവിക്കുന്നത്?
ഗാമ എന്ന് പറയുന്ന ആൾ, അത് ആരൊക്കെയാന്നുള്ളത് പിന്നീട് പറയാം. ഗാമ എന്ന് പറയുന്ന ആള് ആൽഫ പ്ലസ് Fe3C ആയിട്ട് മാറുന്നു. ഗാമ എന്ന് പറയുന്ന ആള് ആൽഫ പ്ലസ് Fe3C ആയിട്ട് മാറുന്നു. അപ്പൊ ഗാമയും സോളിഡ് ആണ്, ആൽഫയും സോളിഡ് ആണ്, Fe3C സോളിഡ് ആണ്. അപ്പൊ ഒരു സോളിഡ് രണ്ട് സോളിഡ് ആയിട്ട് മാറുന്നു. ഒരു സോളിഡ് എന്ന് പറയുന്ന ആള് രണ്ട് പേരായിട്ട് മാറുന്നു. അപ്പൊ അവിടെ അത് ഏത് റിയാക്ഷൻ ആണ് നമുക്ക് നോക്കണം. ഒരു സോളിഡ് രണ്ട് സോളിഡ് ആയിട്ട് മാറുന്നു. ഒരു സോളിഡ് മാറുന്നത് ഏതാ? ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ആണ്. ഒരു സോളിഡ് രണ്ട് സോളിഡ് ആയിട്ട് മാറുന്നു. ഇപ്പൊ യൂടെക്ടോയിഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. യൂടെക്ടോയിഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. യൂടെക്ടോയിഡ് റിയാക്ഷൻ. അപ്പൊ പോയിന്റ് എയിൽ നടക്കുന്ന റിയാക്ഷൻ യൂടെക്ടോയിഡ് ആണ്. യൂടെക്ടോയിഡ് റിയാക്ഷൻ ആണ്. യൂടെക്ടോയിഡ് റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് പോയിന്റ് സി ഉണ്ട്. പോയിന്റ് സിയിൽ എന്താ സംഭവിക്കുന്നത്? പോയിന്റ് സിയില് ലിക്വിഡ് പ്ലസ് സോളിഡ്, ലിക്വിഡ് പ്ലസ് സോളിഡ് മറ്റൊരു സോളിഡ് ആയിട്ട് മാറുന്നു. ലിക്വിഡ് പ്ലസ് സോളിഡ് മറ്റൊരു സോളിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ അത് ഏതാ? നമ്മൾ വീണ്ടും പുറകോട്ട് പോയി നോക്കണം. ലിക്വിഡ് പ്ലസ് സോളിഡ് രണ്ട് ഒരു സോളിഡ് ആയിട്ട് മാറുന്നു. പെരിടെക്റ്റിക് റിയാക്ഷൻ ആണ്. പെരിടെക്റ്റിക് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. പെരിടെക്റ്റിക് റിയാക്ഷൻ. പെരിടെക്റ്റിക് റിയാക്ഷൻ. ഈ മൂന്ന് ഇൻവേരിയൻ റിയാക്ഷൻസ് വേണം നമ്മൾ പ്രധാനമായിട്ടും അയൺ കാർബൺ ഡയഗ്രത്തിന്റെ അകത്ത് പഠിക്കാനുള്ളത്. യൂടെക്ടോയിഡ് റിയാക്ഷൻ, യൂടെക്റ്റിക് റിയാക്ഷൻ, പെരിടെക്റ്റിക് റിയാക്ഷൻ. ഈ മൂന്ന് ഇൻവേരിയൻ റിയാക്ഷൻസ് എപ്പോഴും ഓർത്തിരിക്കണം, പേര് മറന്നു പോകാൻ പാടില്ല. ഇൻവേരിയൻ റിയാക്ഷൻസ്. ഇൻവേരിയൻ പോയിന്റ്സിലാണ് പർട്ടിക്കുലർ റിയാക്ഷൻസ് നടക്കുന്നത്. എ, ബി ആൻഡ് സി. നമ്മൾ ഈ ഡയഗ്രത്തിൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത് എ, ബി ആൻഡ് സി. ഇൻവേരിയന്റ് റിയാക്ഷൻസ്. യൂടെക്ടോയിഡ് റിയാക്ഷൻ, യൂടെക്റ്റിക് റിയാക്ഷൻ, ഫൈനലി പെരിടെക്റ്റിക് റിയാക്ഷൻ. വീണ്ടും തിരിച്ച് നമ്മൾ ഫേസ് ഡയഗ്രത്തിലേക്ക് തന്നെ വരികയാണ്. ഫേസ് ഡയഗ്രത്തിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറേ അധികം പേരുകൾ. ഒരു പേരാണ് ഫെറൈറ്റ്, അടുത്ത പേര് ഓസ്റ്റനൈറ്റ്, വീണ്ടും വേറൊരു പേരാണ് സിമന്റൈറ്റ്. ഈ പേരുകളെല്ലാം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആൽഫ ഫെറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ബൗണ്ടറി നിങ്ങൾ ശ്രദ്ധിക്കണം. ആൽഫ ഫെറൈറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. വളരെ ചെറിയ പോർഷൻ കാർബൺ പെർസെൻറ്റേജ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ആ പർട്ടിക്കുലർ വാല്യൂ ഏകദേശം 0.022 വെയിറ്റ് പെർസെൻറ്റേജ് കാർബണെ ആഡ് ചെയ്യുന്നുള്ളൂ. 0.022 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ മാത്രമേ അവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അവിടെ എല്ലാം കംപ്ലീറ്റ് സോല്യൂബിലിറ്റി ആയിരിക്കും. അയണിന്റെ ഉള്ളിൽ ഇൻഡസ്ട്രീഷ്യൽ സൊല്യൂഷൻ ആയിട്ട് കാർബൺ കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആയിരിക്കും. അയൺ കാർബൺ ഇൻഡസ്ട്രീഷ്യൽ സൊല്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. കാർബൺ എന്നുള്ളത് അയണിന്റെ ഉള്ളിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലാണ് വന്നിരിക്കുക. അപ്പം 0.022% വരെ മാക്സിമം സോല്യൂബിലിറ്റി നമുക്ക് കിട്ടും. അത് വരുന്ന പോർഷനെ, ആ സോളിഡ് പോർഷനെ നമ്മൾ ആൽഫ ഫെറൈറ്റ് എന്നാണ് വിളിക്കുക. അതേസമയം ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടുമ്പോൾ ഓസ്റ്റനേറ്റ് എന്ന് പറയുന്നൊരു ഫേസ് വരും. അപ്പൊ ഇവിടെ ഫെറൈറ്റിന്റെ കേസിൽ സ്ട്രക്ചർ വേറെയാണ്. ഓസ്റ്റനേറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും സ്ട്രക്ചർ മാറും. അയണിന്റെ സ്വഭാവം നമ്മൾ പഠിച്ചതാണ്. അവിടെ 2.14% വരെ മാക്സിമം സോല്യൂബിലിറ്റി ഉണ്ട്. 2.14% വരെ മാക്സിമം സോല്യൂബിലിറ്റി നമുക്ക് കിട്ടും. അതുപോലെ അടുത്ത ഒരു ഏരിയ വരുന്നതാണ് ഡെൽറ്റ ഫെറൈറ്റ്. ഡെൽറ്റ ഫെറൈറ്റ് ടെമ്പറേച്ചർ മാറി FCC എന്നുള്ളത് BCC ആയിട്ടുണ്ട്. സോല്യൂബിലിറ്റിയുടെ അളവും കുറഞ്ഞിട്ടുണ്ട്, കാർബൺ പെർസെൻറ്റേജിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. സിമന്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe3CA തന്നെയാണ് സിമന്റൈറ്റ് എന്ന് വിളിക്കുന്നത്. Fe3CA തന്നെയാണ് സിമന്റൈറ്റ് എന്ന് വിളിക്കുന്നത്. അതൊരു ഇന്റർ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. 6.7 വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇന്റർ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അതിന് പ്രത്യേകതകളുണ്ട്, അതിന് വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. തൽക്കാലം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ 3 ഇൻവേരിയൻ റിയാക്ഷൻസ് അയൺ കാർബൺ ഫേസ് ഡയഗ്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ആ ഇൻവേരിയൻ റിയാക്ഷൻ നടക്കുന്ന പോയിന്റുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം.
ആ ഇൻവേരിയൻ റിയാക്ഷൻ്റെ നടക്കുന്ന പോയിന്റുകൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചറും അതിൻ്റെ കോമ്പോസിഷനും അറിഞ്ഞിരിക്കണം. അവിടുത്തെ അയൺ കാർബൺ കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം, ആ ഇൻവേരിയൻ റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കണം. ഇനി ആ ഇൻവേരിയൻ റിയാക്ഷൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ലിക്വിഡ് എങ്ങനെ 2 സോളിഡായിട്ട് മാറുകയാണോ, ഒരു ലിക്വിഡും സോളിഡും വേറൊരു സോളിഡായിട്ട് മാറുകയാണോ, അതോ ലിക്വിഡും ഒരു സോളിഡ് തന്നെ 2 സോളിഡായിട്ട് മാറുകയാണോ, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. 3 ഇൻവേരിയൻ റിയാക്ഷൻസ് അറിഞ്ഞിരിക്കണം. ഇനി അതുകൂടാതെ ഈ ഫേസ് ഡയഗ്രം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഫേസ് ഡയഗ്രം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഫേസ് ഡയഗ്രം വരയ്ക്കാൻ അറിയുമ്പോൾ നിങ്ങൾ കാണാതെ വരയ്ക്കാനല്ല പഠിക്കേണ്ടത്. പ്രധാനപ്പെട്ട ടെമ്പറേച്ചറുകൾ അടിസ്ഥാനമാക്കി വേണം നിങ്ങൾ വരച്ച് പോകാൻ. ടെമ്പറേച്ചറുകൾ, ഈ ടെമ്പറേച്ചറുകളിലെല്ലാം, ഈ പർട്ടിക്കുലർ ഹൊറിസോണ്ടൽ ലൈനിലെല്ലാം ഇൻവേരിയൻ റിയാക്ഷനുള്ള ടെമ്പറേച്ചറുകളാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചിടുക. പിന്നെ നിങ്ങൾക്കറിയാം ഫെറൈറ്റ് വരുന്ന ഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം, ഡെൽറ്റ ഫെറൈറ്റ് വരുന്ന ഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം, ഓസ്റ്റനേറ്റ് വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, സിമൻഡൈറ്റിന്റെ 100% സിമൻഡൈറ്റിന്റെ ലൈൻ അറിഞ്ഞിരിക്കണം. 100% ഞാനിവിടെ വാക്കുപയോഗിച്ച സിമൻഡൈറ്റ് എന്നാണ്. 100% കാർബൺ അല്ല. കാർബൺ വെയിറ്റ് പെർസെൻറ്റേജ് പറയുമ്പോൾ 6.7 വരെ മാത്രമേ വരുന്നുള്ളൂ. 6.7 വരെ മാത്രമേ വരുന്നുള്ളൂ. 100% ഉപയോഗിക്കാൻ കാര്യം ഇൻ ടേംസ് ഓഫ് സിമൻഡൈറ്റ് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് അയൺ കാർബൈഡ് Fe3C യുടെ ടൈംസിൽ പറയുമ്പോഴാണ് 100% വന്നത്. കാർബണിന്റെ ടൈംസിൽ വരുമ്പോൾ 100% പറയില്ല. ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അയൺ കാർബൺ ഡയഗ്രത്തിൽ ശ്രദ്ധിക്കേണ്ടത്. എഴുതാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ എഴുതാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ടെക്സ്റ്റ് വായിച്ച് നോക്കേണ്ടതാണ്. ഫിഗർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇൻവേരിയൻ റിയാക്ഷൻസ് എഴുതാൻ പറഞ്ഞിരിക്കണം. ഓസ്റ്റനൈറ്റ് എന്താ, ഫെറൈറ്റ് എന്താ, സിമൻഡൈറ്റ് എന്താ, ഡെൽറ്റ ഫെറൈറ്റ് എന്താ, ആൽഫ ഫെറൈറ്റ് എന്താണ് എന്നുള്ളതെല്ലാം പറയാൻ വേണ്ടി അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.